ഹരേ കൃഷ്ണ. പ്രിയ സുഹൃത്തുക്കളെ, വളരെ ഗംഭീരമായ ഒരു വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിരീശ്വരവാദം ഏറ്റവും മാരകമായ രോഗം. ദാറ്റ് ഈസ് റൈറ്റ്. ഏത്തീസം ദ മോസ്റ്റ് ഡെഡ്ലി ഡിസീസ്. അത് ഇതിലൊരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ. ഈ ലോകത്തിൻ്റെ മൊത്തം കാര്യമായിക്കോട്ടെ, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതമായിക്കോട്ടെ, ഇതിലൊക്കെ എല്ലാം പ്രശ്നങ്ങളുടെ മൂല കാരണം ഈ നിരീശ്വരവാദമാണ്. ഇനിയും വന്നിട്ട് ഈ നിരീശ്വരാദികൾ രണ്ട് ടൈപ്പിലാണ്. പക്ഷേ അതിനെപ്പറ്റി വിവരിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ നിരീശ്വരവാദം എന്തുവാണെന്ന് നമുക്ക് ശരിക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഞാൻ മറ്റ് മതങ്ങളെ പറ്റിയോ വിശ്വാസങ്ങളെ പറ്റിയോ ഒന്നും സംസാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ പരമ ഈശ്വരനെ പറ്റി പൂർണ്ണ അറിവില്ല, പൂർണ്ണ ജ്ഞാനമില്ല. ആ ഈശ്വരൻ കാണാൻ എങ്ങനെയാണ്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എന്തുവാണ്, എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ സൃഷ്ടിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ ഉള്ള ഉദ്ദേശ്യം അദ്ദേഹത്തിൻ്റെ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു പൂർണ്ണ ജ്ഞാനമില്ല. അദ്ദേഹത്തിൻ്റെ വിവരണം പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സനാതനധർമ്മത്തിനെ പറ്റിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഓർമ്മിക്കുമെന്ന്, നമ്മൾ ചെറുപ്പം മുതലേ, ചെറുപ്രായം മുതലേ നമ്മളുടെ അമ്മമാരുടെ വായിന്നും മുതിർന്നവരുടെ വായിന്നൊക്കെ കേട്ടിട്ടുണ്ട്, പല കഥകൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സൃഷ്ടിയുടെ തുടക്കം മുതലേ ദേവന്മാരും അസുരന്മാരും ഇവർ തമ്മിൽ ഒരു യുദ്ധം, ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നടക്കുകയും, എന്നിട്ട് വളരെ സങ്കീർണമായ പ്രശ്നം ആവുമ്പോൾ ദേവന്മാരൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവുകയും, ബ്രഹ്മാവ് അത് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ അവരെല്ലാവരും കൂടെ പിന്നെ മഹാദേവൻ്റെ അടുത്ത് പോവുകയും, മഹാദേവന് ഒരു പരിഹാരം നൽകാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാവിഷ്ണു അവർക്ക് പരിഹാരം നൽകുകയും വേണമെങ്കിൽ അവതാരങ്ങളെടുത്ത് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ വേറെ രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്നു, പല ലീലകളും ചെയ്യുന്നു. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ മഹാവിഷ്ണു, നാരായണൻ, കൃഷ്ണൻ, രാമൻ ഇത് സുപ്രീമാണ്, ഇത് പരമമാണ്, ഇത് ഭഗവാനാണ്. എന്നിട്ട് ദേവതകൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇവരെ ആശ്രയിക്കുക ചെയ്യുന്നത്. നമ്മളെ ശാസ്ത്രം വഴി മനസ്സിലാക്കുന്നു, ആ ഭഗവാൻ, ആ പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ഒരേ ഒരു വ്യക്തി. ദർ ഈസ് നോ കോമ്പറ്റീഷൻ വിത്ത് റിഗാർഡ്സ് ടു ഗോഡ്. ഭഗവാന്റെ ആ ഒരു നിലയിൽ മത്സരമില്ല, ഒരേ ഒരു വ്യക്തിയാണ്. എങ്ങനെയാണോ നമ്മളുടെ രാജ്യം, ഇന്ത്യ രാജ്യത്തിന് ഒരേ ഒരു പ്രധാനമന്ത്രി ഉള്ളത്, അതായത് മന്ത്രിമാർ കുറേ ഉണ്ട്, പല നേതാക്കന്മാരുണ്ട്, ശക്തമായ നേതാക്കന്മാരുണ്ട്, അമിത്ഷാ, രാജ്നാഥ്, അങ്ങനെ പല ശക്തമായ നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പരമ നേതാവായ നരേന്ദ്രമോദി ഒരേ ഒരു വ്യക്തിയാണ്. അതേമാതിരി റിലയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അതിൻ്റെ യജമാനൻ ഒരേ ഒരു വ്യക്തിയാണ്. പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, പല മാനേജേഴ്സ്, ശക്തമായ മാനേജേഴ്സ് ഉണ്ടാവാം ആ കമ്പനിയിൽ. പക്ഷേ പരമ നേതാവ്, അതിൻ്റെ യജമാനൻ ഒരേ ഒരു വ്യക്തിയാണ്, അത് അംബാനിയാണ്. അതേപോലെ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പല ദേവതകളുണ്ട്, ശക്തമായ ദേവതകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പരമദേവൻ അല്ലെങ്കിൽ പരമ ഈശ്വരൻ ഒരേ ഒരു വ്യക്തിയാണ്, അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണുവാണ് എന്നുള്ള കാര്യം നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടാവ് സ്വയം വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥവുമാണ്, എല്ലാം വേദങ്ങളുടെ സാരമാണെന്ന് എല്ലാം ആചാര്യന്മാരും അംഗീകരിക്കുന്നു. എന്നിട്ട് ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ 10-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകത്തിൽ പറയുന്നു, അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തെ മാം ബുധാഭാവ സമന്വിത. ഈ ഭൗതിക പ്രപഞ്ചം ആയിക്കോട്ടെ, ആത്മീയ പ്രപഞ്ചം ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നേ അർജുന. അങ്ങനെ 100ഓളം ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ മഹത്തായ, ഏറ്റവും ഉന്നതമായ, പരമ ഉന്നതമായ പദവി അതിനെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃത്ത് സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം രക്ഷതി. 5-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എല്ലാം യജ്ഞങ്ങളുടെയും ഹോമങ്ങളുടെയും ഭോക്താവ് ഞാനാണ്, എല്ലാം ലോകങ്ങളുടെയും സർവ്വലോക മഹേശ്വരൻ ഞാനാണ്, എല്ലാം ജീവജാലങ്ങളുടെയും സുഹൃത്ത്, യഥാർത്ഥ സുഹൃത്ത് ഞാനാണ്. ഈ ഒരു കാര്യം അറിയുന്നവന് ശാന്തി ഉണ്ടാവും. അപ്പം ഇതാണ് ശരിക്കും ഈ ലോകത്തിന് വേണ്ടി ശാന്തി മന്ത്രം. എന്താണ്? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആധിപത്യം, ആ പരമ ഉന്നതമായ ആ പദവി അത് അംഗീകരിക്കുക, അതാണ് ശാന്തി മന്ത്രം.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം നിർവഹിക്കുക, നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുക. അതാണ് ശാന്തി മന്ത്രം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ചിലർ അത് അംഗീകരിക്കുന്നില്ല. അത് ഭഗവാൻ 7-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമഃ. നരന്മാരിൽ ഏറ്റവും അധമന്മാർ, ദുഷ്കൃതന്മാർ, മൂഢന്മാർ എൻ്റെ ശരണാഗതി എടുക്കത്തില്ല. ഈ കാര്യം ഈ ഒരു ആധിപത്യം, ഇത് ഭഗവാന്റെ ആധിപത്യം അത് അംഗീകരിക്കത്തില്ല. എന്നിട്ട് ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ, അങ്ങനത്തെ വ്യക്തികളെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അപ്പം ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ എന്താ ഭഗവാന്റെ ശരണാഗതി സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത? അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം, ലോഭം, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സംഭ്രാന്തി ഉണ്ടാവുന്ന വ്യക്തികൾക്ക് ആ ഭഗവാനോട് തന്നെ ഈർഷ്യാഭാവം ഉണ്ടാവുക ചെയ്യുന്നത്, ഭഗവാനോട് അസൂയ ഉണ്ടാവുക ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ എതിരെ തന്നെ പ്രവർത്തിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എല്ലാം ദേവതകൾക്കും അവരവരുടെ കഴിവ് നൽകുന്നത്. അതായത് ഈ പ്രപഞ്ചം നടത്താൻ വേണ്ടി കഴിവ് നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് ഭഗവാൻ ചില സങ്കീർണമായ കാര്യങ്ങൾ, കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ഭഗവാൻ സ്വയം വിസ്തരിക്കുക ചെയ്യുന്നത്, പല രൂപങ്ങൾ എടുക്കുക ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ബലരാമനായിട്ടും, അനിരുദ്ധൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, സംകർഷണൻ, നാരായണൻ, അങ്ങനെ വിഷ്ണു തന്നെ, മഹാവിഷ്ണു തന്നെ 3 ടൈപ്പിൽ, കാരണോദക്ഷായ വിഷ്ണു, ഗർഭോദക്ഷായ വിഷ്ണു, ക്ഷീരോദക്ഷായ വിഷ്ണു. അതായത് ഈ മൊത്തം ഭൗതിക പ്രപഞ്ചത്തിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദക്ഷായ വിഷ്ണു. ഇനി ഈ മൊത്തം ഭൗതിക പ്രപഞ്ചത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ ഓരോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അതായത് യൂണിവേഴ്സസ് ഉണ്ട്. എന്നിട്ട് ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഗർഭോദക്ഷായ വിഷ്ണുവായിട്ട് വിസ്തരിക്കുന്നു. എന്നിട്ട് ഓരോ ജീവജാലങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ക്ഷീരോദക്ഷായ വിഷ്ണുവായിട്ട് വിസ്തരിക്കുന്നു. അപ്പം ഭഗവാന്റെ ഈ വിസ്തരണങ്ങൾ, ഭഗവാന്റെ ഈ വിസ്തരണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ സ്വയാംശം എന്ന് പറയും. അപ്പം അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ പരമ ഉന്നതമായ പദവിയെ ശാസ്ത്രങ്ങളിൽ പലയിടത്തും എടുത്ത് കാണിക്കുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ മഹാദേവൻ അവതാരങ്ങളെടുത്ത്, അതായത് മഹാദേവൻ ആദിശങ്കരാചാര്യരായിട്ട് അവതരിച്ചിട്ട് ഈ കാര്യം തന്നെ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ എന്നുള്ള പാട്ടിൽ വ്യക്തമാക്കുന്നു. ഇഹ സംസാര ബഹുദുഷ്കാര കൃപയാ പാരേ പാഹി മുരാരേ. ശങ്കരാചാര്യർ പറയുകയാണ്, ഈ സംസാര സാഗരം വളരെ ദുഷ്കരമാണ്, കൃപയാ പാരേ, ഹേ കൃഷ്ണ മുരാരേ, ദയവായി ഇതിനെ തരണം ചെയ്യാൻ സഹായിക്കൂ. ആ മഹാദേവൻ തന്നെ ഹനുമാൻ സ്വാമിയായിട്ട് ത്രേതായുഗത്തിൽ വന്ന് ആ ഭഗവാനെ എങ്ങനെ സേവിക്കണം, ഉത്തമമായിട്ട് സേവ എങ്ങനെ നൽകണം അത് കാണിച്ചു തന്നു. ഹനുമാൻ സ്വാമിയായിട്ട് വന്ന് രാമചന്ദ്രമൂർത്തിയെ ദാസ്യഭക്തിയിൽ സേവിച്ച് നമുക്ക് ഉദാഹരണം കാണിച്ചു തന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മളുടെ മുതിർന്നവർക്ക് അറിയാം, ഈ കലിയുഗമാണ്, കലിയുഗത്തിൽ ആൾക്കാർ വിശ്വാസം കുറവാണ്, എത്ര തെളിവ് നൽകിയാലും വിശ്വസിക്കില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലെ കാര്യം നോക്കി കഴിഞ്ഞാൽ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷുവാണ്. വിഷുവിൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പേ കണിയൊരുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ്ലി എങ്കിലും നമ്മൾ ആ നന്ദി അർപ്പിക്കുക ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നാളാണ്. ഭഗവാൻ വാമനനായിട്ട് വന്ന് ആ അവതാരം അതിനെ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്സവമാണ് ഓണം. നമ്മളുടെ നാട്ടിലെ എല്ലാം ക്ഷേത്രം, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, ശിവക്ഷേത്രം ആയിക്കോട്ടെ, ദേവീക്ഷേത്രം ആയിക്കോട്ടെ, മുരുകൻ്റെ ക്ഷേത്രം ആയിക്കോട്ടെ, അവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവത സപ്താഹം നടത്തണമെന്നാണ്. ഈ സപ്താഹത്തിൽ 7 ദിവസവും ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ പറയുകയും അവിടെ വിഗ്രഹം വെച്ച് ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പല രീതിയിലും ആ ഭഗവാന്റെ ആ പരമ ഉന്നതമായ പദവി വ്യക്തമാക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ 2 ടൈപ്പിലെ നിരീശ്വരവാദികൾ അത് ഈ കാര്യത്തിൽ അംഗീകരിക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ വിവരിക്കാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.